സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത്. പക്ഷെ അത് വരുമെങ്കിൽ അന്ന് കാക്ക മരം പറഞ്ഞേനെ. ഞാൻ എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്, ആ 100 2 കുറച്ചോ 98 കിട്ടുമെങ്കിൽ വി.ഡി. സതീശൻ ഇന്ന് അദ്ദേഹത്തിന് പദവി രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിൽ പോകാവോ? ഞാനാണെങ്കിൽ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ സതീശൻ തയ്യാറാണോ? അങ്ങനെ വി.ഡി. സതീശന്റെ പ്രവചനം സത്യമായി. കോൺഗ്രസ് 100-പുറത്ത് സീറ്റ് നേടി വൻ വിജയം കരസ്ഥമാക്കി. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ ഒരു വെല്ലുവിളി പരാജയപ്പെടുകയും ചെയ്തു. ഇനി നമുക്ക് ഈ വെല്ലുവിളി ഏറ്റെടുത്ത് വെള്ളാപ്പള്ളി രാജിവെക്കുവോ എന്നൊന്ന് ചോദിച്ചു നോക്കാം. അതാണല്ലോ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെ പലരും പറഞ്ഞാണ്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വല്ലതും പുതിയ വല്ലതും കിട്ടുമായിരിക്കും. ഞാൻ അങ്ങനെ മണ്ടനാണ്. പാവ മനുഷ്യൻ മറവിയുടെ എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് പണ്ട് ഇദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും എന്ത് ദുഷ്ട മനസ്ഥിതിയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ പാവപ്പെട്ട മനുഷ്യന്റെ രാജി കാത്തിരുന്നതാ എല്ലാവരും. പൊക്കോണം, ഒരു രാജിയില്ല. ഇനി നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് കാണാം.